മോർണിംഗ് ടാസ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതായത് ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ വളരെ വീക്കായിട്ട് പക്ഷെ എന്നാൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അതുപോലെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നി, വലിയ നിലപാടൊക്കെ ഉണ്ടായിട്ട് തോന്നി, പക്ഷെ ഇപ്പോൾ പൊടുന്നനെ താഴോട്ട് പോയ ഒരു വ്യക്തിയെ കുറിച്ച് പറയാനായിരുന്നു. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലെ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഒരാളുടെ പേര് എന്ന് പറയുന്നത് ബിന്നിയാണ്. ശരിക്കും പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് ബിന്നി എന്നൊരു ഇരട്ടപ്പേര് കൂടി ബിഗ് ബോസ് സീസൺ 7 ബിന്നിക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഒക്കെ ബിന്നിയുടെ ആ ഒരു നിലപാട് നിഷ്പക്ഷമായിട്ട് ഓരോ കാര്യങ്ങളെ കണ്ടെത്തുന്നതും പിന്നെ അതുപോലെ തന്നെ ശരി ഏത് തെറ്റേതെന്ന് തിരിച്ചറിഞ്ഞ് ശരിയുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ബിന്നിയുടെ വാശിയും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ ബിന്നിക്ക് തെറ്റ് പറ്റുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇവിടെയും കുറച്ച് കേട്ടതും കുറച്ച് കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വിലയിരുത്തി ബിന്നി ഒരു ഒപ്പീനിയൻ അങ്ങ് എടുക്കും. അവസാനമായിട്ട് എനിക്ക് ബിന്നിയുടെ ഒപ്പീനിയൻ കുറച്ച് തെറ്റിപ്പോയി എന്ന് കണ്ടത് റെനയുടെ ദേഹത്ത് ആര്യൻ കയറി കിടന്നു എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ബിന്നി കാണിച്ച സ്റ്റാൻഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ബിന്നിയെ കുറിച്ച് അങ്ങനെ അധികം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പലപ്പോഴും ഒന്നും തോന്നാറില്ല. കാരണം മറ്റുള്ളവരുടെ വിഷയത്തിലാണ് ബിന്നി ഓരോ തവണയും സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാറുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ ബിന്നി ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് ഷാനവാസുമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് അത് ബിന്നി ഉണ്ടാക്കിയതിനോട് എനിക്ക് യോജിപ്പുണ്ട്. ഇന്നലെ രാത്രി തിരിഞ്ഞു കിടന്ന ഒരു സംഭവം ഇന്ന് മറിഞ്ഞു കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഷാനവാസ്, അനുമോള്, ബിന്നി, ലക്ഷ്മി ഇവർ 4 പേരുമാണ് ആ ഒരു കിച്ചൺ ടീമിലെ ഒരു ടീം എന്ന് പറയുന്നത്. ബിന്നി ആയിരുന്നു കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. അതില് ഷാനവാസും അനുമോളും ഇന്നലെയൊക്കെ നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടതും ശ്രദ്ധിച്ചതുമാണ്. പക്ഷെ ബിന്നി അപ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി അനുമോൾക്ക് പീരീഡ്സ് ആണ്, അനുമോൾക്ക് വയ്യ എന്നുള്ള രീതിയിലും പിന്നെ അതുപോലെ തന്നെ ബിന്നി കുറച്ച് പണിയെടുക്കട്ടെ, ബിന്നി അവിടെ എന്ത് പണിയാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലും ഷാനവാസും അനുമോളും കുറച്ചൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. രാത്രി കഷ്ടപ്പെട്ട് പണിയെടുത്തത് മുഴുവൻ ബിന്നി തന്നെയാണ്. ബിന്നിയാണ് ചപ്പാത്തി പരത്തിയതും ചുട്ടതും എല്ലാം. അങ്ങനെ ഇന്നലെ രാത്രി ആ സമയത്ത് ബിന്നി അവിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പണിയെടുക്കാൻ വാ, നിങ്ങൾ പണിയെടുക്കാത്ത എന്താ, നിങ്ങൾ എന്താ ഇങ്ങനെ പണിയെടുക്കാതെ മാറിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ബിന്നി പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ഈ പണി എടുക്കാത്തവർക്ക് ഫുഡ് കൊടുക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ബിന്നി പറഞ്ഞെങ്കിലും ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ, നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിനക്ക് തരത്തില്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇന്നലെ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനും ബിന്നി തയ്യാറായിരുന്നു. ബിന്നി അത് കൊടുത്തു, ആരും പറഞ്ഞിട്ടൊന്നും അല്ല, ബിന്നി അത് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ആയിരുന്നു ആ ചപ്പാത്തി മൊത്തം കുഴച്ച് അത് ഉരുട്ടി എല്ലാം വെച്ചു കൊടുത്തത് ഷാനവാസ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസ് മാന്യമായിട്ട് കുളിക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയി. ഷാനവാസിന്റെ ഒരു ഇന്നേറ്റ് ഹാബിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാനവാസിന് കുറേ ടൈം എടുക്കും കുളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുങ്ങി റെഡിയായി വരാനൊക്കെ ഷാനവാസ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഈ ചപ്പാത്തി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ അവിടെ അനുമോള്, ആദില, നൂറ അവർ ബെഡിൽ മാറിപ്പോയി കിടക്കുകയും ഭയങ്കര സംസാരവും കളിയും ഒക്കെ ആയിരുന്നു. ഷാനവാസ് കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് പേർക്ക് കൂടിയൊക്കെ ഫുഡ് ബിന്നി എല്ലാവർക്കും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിന്നി മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളതെല്ലാം ആദ്യമേ തന്നെ ലൈവിൽ കാണിച്ചതാണ്. ഷാനവാസിന് ഉൾപ്പെടെ എല്ലാവർക്കും ബിന്നി ചപ്പാത്തിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസിന് എന്തോ വലിയ ചപ്പാത്തി എന്തോ ഒക്കെയാണ് എടുത്ത് മാറ്റി വെച്ചതും. ഏതായാലും ശരി, ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഇതിന്റെ ഇടയ്ക്ക് നടന്നപ്പോഴത്തേക്ക് എല്ലാവരും മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോയി. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ജിസേലും ആര്യനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഈ ചപ്പാത്തിയുടെ പേരിൽ നടക്കുന്നുണ്ട്. എന്തോ ബാക്കി വന്ന ചപ്പാത്തി എങ്ങാണ്ട് ആര്യനെടുത്ത് കളയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിസേലാണെങ്കിൽ അതിന് മറ്റെന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു. എനിക്കത് മിസ്സായി പോയി. ആ ഒരു ലൈവ് എനിക്ക് മിസ്സായി പോയായിരുന്നു. അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് പറയാം. എന്തായാലും ശരി, മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷാനവാസ് ചപ്പാത്തി എടുക്കാൻ നേരത്ത് ഷാനവാസിന് ചപ്പാത്തി തികഞ്ഞില്ല. അവിടെ എടുത്തു വെച്ച ചപ്പാത്തി എന്തോ ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കി ചപ്പാത്തി ഒന്നും ഇല്ല. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ 40 ചപ്പാത്തിക്ക് ഞാൻ കുഴച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് 35 ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് തുടങ്ങി ആ വഴക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ബിന്നി അത് സംസാരിച്ച് കൊണ്ടുപോയി. അതായത് നിങ്ങൾ ഇത് കുഴച്ചു വെച്ച് നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ കുളിക്കാൻ പോയത്, നിങ്ങൾ ഒരുപാട് ടൈം അവിടെ കുളിക്കാൻ എടുത്തു, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വന്ന് കഴിച്ചുകൂടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ബിന്നി ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വീട്ടിൽ കാണിക്കുന്ന കണക്ക് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല, ഇത് വീടല്ല എന്ന് മാത്രമാണ് പറഞ്ഞത് ബിന്നി. പക്ഷെ ഷാനവാസ് ഉടനെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് വീട്ടിൽ എന്തിനാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് ഏത് നേരവും നിന്റെ തന്തയെ പോയി പറയടാ, നിന്റെ വീട്ടിൽ പോയി പറയടാ, നിന്റെ അച്ഛൻ്റെ അടുത്ത് പറയടാ എന്ന് പറയുന്ന വ്യക്തിയാണ് ഷാനവാസ് പിന്നീട് അത് പറഞ്ഞത് വളരെയധികം തെറ്റിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഫുഡിന്റെ കാര്യത്തിൽ. അപ്പോൾ ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ അത് തലയിലിട്ടിട്ട് ഷാനവാസ് പറയുന്നത് വെച്ചാൽ, അവിടെ പണി എടുക്കാഞ്ഞിട്ട് എനിക്ക് ചപ്പാത്തി തരാഞ്ഞതാണെങ്കിൽ ഞാനാണ് അത്രയും ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചത് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ ഒരു വലിയൊരു പ്രസ്താവന പറയുന്നുണ്ട്. അപ്പൊ ബിന്നി പറയുന്നുണ്ട്, നിങ്ങൾ അത് പറഞ്ഞെന്ന് പറയാം, അതായത് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു എന്ന്
പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇന്നലെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഈ രണ്ടുപേരുടെ വഴക്കിന്റെ ഇടയിൽ ഷാനവാസ് അവിടെ നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് സുലൈമാനി ഉണ്ടാക്കി കുടിക്കുന്നത് വരെ ബിന്നിയും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിന്റെ ഇടയിൽ പറയുകയാണ്. അതുപോലെ 1.5 മുട്ട അത് അനുമോൾ എടുത്ത് കഴിച്ച കാര്യം ബിന്നി ഇങ്ങനെ പറയുന്നുണ്ട്. അത് അനുമോൾ അങ്ങനെ എടുക്കാൻ വരെ കാരണം എന്തുവാ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വരാതിരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ സമയത്തിന് വന്നത് കഴിക്കുന്നില്ല, ഇതിങ്ങനെ എടുത്തു വെച്ച് കാത്തു വെച്ചേക്കാൻ, വീട്ടിലെ കണക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാത്തു വെച്ചേക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ അങ്ങനെ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, വീട്ടിൽ ഇങ്ങനെ ചപ്പാത്തിക്ക് വേണ്ടി അടി ഉണ്ടാക്കേണ്ട കാര്യം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസും കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചുറ്റും നിൽക്കുന്നവരൊക്കെ ഓ ബിന്നി സ്ട്രോങ് ആയി എന്നൊക്കെ കിടന്ന് വിളിച്ച് പറയുകയാണ്. മാത്രമല്ല മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിന്നി വന്നപ്പോൾ കുറച്ച് വീക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെട്ട് നടന്ന ആളാണ്, കുത്തിത്തിരിപ്പായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞ ആളാണ്. പക്ഷെ ഇന്ന് സ്വന്തമായിട്ടൊരു വിഷയം ഉണ്ടാക്കാൻ വരെ ബിന്നിക്ക് സാധിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരാൾ തൻ്റെ അടുത്തോട്ട് വഴക്കിന് വരുമ്പോൾ ആ വഴക്ക് അത് നന്നായിട്ട് ഫയർ ചെയ്ത് സംസാരിക്കാനായിട്ട് ബിന്നിക്ക് സാധിക്കുന്നുണ്ട്. സോ ബിന്നി എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഒരു ഗെയിമിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഒരുവിധം സേഫ് കളിച്ച് ഇപ്പൊ നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബിന്നിയുടെ ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ ബിന്നിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്കാരുടെ അടുത്തുനിന്ന് ഇടപെട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ബിന്നി അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം, ബിന്നി ഒരു കുത്തിത്തിരിപ്പാണ്, ബിന്നി മോശമാണ് എന്ന് പലരും പറയാറുണ്ട്. എന്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ കുറേ കമന്റ്സ് കണ്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്റെ ഒരു തോട്ട് പ്രോസസ്സ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ബിന്നി സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഈ ഗെയിമിൽ ഒരു ആക്ടിവിറ്റി, ഒരു ടാസ്ക് ഒക്കെ കൊടുത്താൽ ബിന്നി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒറ്റയ്ക്ക് അത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊഴിച്ചാൽ ബിന്നി ഈ പറയുന്ന ആറ്റിറ്റ്യൂഡിൽ കുറച്ചധികം മെച്ചപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.